ഹലോ ഫ്രണ്ട്സ്, കുഞ്ചൂസ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യോക്ക് ടൈപ്പ് ആയിട്ടുള്ള ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഞാനിവിടെ 4 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു 4 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ 10 ഇഞ്ച് വിടുത്തുള്ള ഒരു ഫാബ്രിക്, ചെറിയൊരു പാറ്റേൺ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു മാതൃകയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഫ്രോക്കിൻ്റെ ഒരു ടോപ്പ് സൈഡാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡൽ 4 ഇഞ്ച് ലെങ്ത്തിലും ഒരു 10.5 ഇഞ്ച് വൈഡിലും നെക്കും അതേപോലെ തന്നെ ആം ഹോളും കട്ട് ചെയ്താക്കണം. നമ്മളിപ്പോൾ ഈ ഒരു നെക്കും ആം ഹോളും കട്ട് ചെയ്യുന്നപ്പോൾ ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ചുരിദാറിൻ്റെ വെറൈറ്റീസ് ഒക്കെ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. 4 പാനലാണ് എടുത്തിരിക്കുന്നത്. 4 പാനൽ നമുക്ക് വേണ്ട. 4ാമത്തെ പാനൽ എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ എംബ്രോയിഡറി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ആ പാനൽ നമ്മൾ എന്ത് ചെയ്യരുത്, കട്ട് ചെയ്യരുത്. അത് നമ്മളിപ്പോൾ സ്ക്വയർ ടൈപ്പിൽ തന്നെ കിട്ടണം. നമ്മൾ ഈ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള പാനലിലാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു പാനലും നമ്മൾ യോക്കിൻ്റെ പോർഷനിൽ വെച്ച് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അടിയിൽ ചെറിയ ചെറിയ ഫ്രിൽസ് വെക്കുന്നത്. അത് കുഞ്ഞ് ഗാദറിംഗ് ആണ്, ബേബി ഗാദറിംഗ് എന്ന് പറയും. പിന്നെ നമ്മളൊരു ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ടോപ്പ് സൈഡിലൊരു ചെറിയ കെട്ട് കൊടുക്കുന്നുണ്ട്. ബീച്ച് ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചും അതേമാതിരി തന്നെ വൈഡ് ഒരു 16 ഇഞ്ച് വരെ എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇനിയും കുറേ ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡീഷണൽ ആയിട്ട് കൂട്ടാം. പിന്നെ എംബ്രോയിഡറിക്കായിട്ട് ഞാനിവിടെ എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടിയിലും എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അടിവശത്ത് നമുക്ക് നോർമൽ ത്രെഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ മെഷീനിൽ എംബ്രോയിഡറിയുടെ കുറച്ച് സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ ഒരു പിക്കോട്ട് ഫിനിഷിങ്ങിലുള്ളൊരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഒരു ഗാർമെൻറ്റിന് ഔട്ട്ലുക്ക് കൊടുക്കുന്നത്. ഈ ഒരു മെഷീനിൽ പല പല ടൈപ്പ് സ്റ്റിച്ചുകളുണ്ട്. 13 സ്റ്റിച്ചസ് നമുക്കിതിന് റെഡിമെയ്ഡായിട്ട് നമുക്ക് സ്റ്റിച്ചസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. ഈ യോക്ക് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗൗണിൽ വരും, അതേപോലെ തന്നെ ചുരിദാറുകളിൽ വരും. ഇപ്പോൾ ചുരിദാറുകളിൽ സുലഭമായിട്ട് വരുന്നൊരു ഡിസൈനാണ് യോക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുകളിലായാലും വലിയ ആൾക്കാരുടെ ട്രാൻസ്പെറൻറ്റ് നെക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു യോക്ക് ടൈപ്പിന് ചെറിയ മാതൃകയാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കായിട്ട് എങ്ങനെയാണ് യോക്ക് ടൈപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ യോക്ക് ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നെറ്റ് ടൈപ്പ് ഫാബ്രിക്കിലൊക്കെ ഇങ്ങനത്തെ ഈ ഒരു പിക്കോട്ട് ഫിനിഷിങ്ങിലുള്ള എംബ്രോയിഡറി ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ ടവൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴായാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റ് ടൈപ്പ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബോർഡർ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഈ ഒരു മെഷീൻ വളരെയധികം ഉപകാരപ്രദമാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഗൗണിൻ്റെ ബോട്ടം സൈഡിലാണ് ഇങ്ങനൊരു പച്ച കളർ, യെല്ലോ ടു ഗ്രീൻ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മാമ്പഴമഞ്ഞ കളറിലാണ് നമ്മുടെ ഈ ഒരു ഗൗൺ വരുന്നത്. പിന്നെ പല കൂട്ടുകാരും ചോദിച്ചിരുന്നു ഞാൻ എവിടെയാണ് പഠിച്ചിരുന്നത്. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള GIFD എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് സൈഡിൽ, അതായത് യോക്ക് പോർഷനിലേക്കുള്ള എംബ്രോയിഡറിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു സ്ക്വയർ പീസ്, അതായത് 3 പാനൽ സെയിം കട്ട് ചെയ്തും ഒരു പാനൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും വേണമെന്ന് പറഞ്ഞു. ആ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത പാനലിൽ നമ്മൾ 3 പാനൽ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നു പറഞ്ഞു. ആ ഒരു പാനൽ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മാർക്ക് ചെയ്ത് ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് മാത്രമാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈൻസ് മൊത്തം അടിച്ചു പോകുമായിരുന്നു. പക്ഷേ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നൂലും വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ആ ഒരു പോർഷനിൽ മാത്രം നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമയവും ലാഭമാണ്. അതേപോലെ തന്നെ വെറുതെ ചെയ്യേണ്ട, നൂലും വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു തീം മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതിലുള്ളൂ. ഇങ്ങനൊരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ എംബ്രോയിഡറീസ്, ഇങ്ങനത്തെ പ്ലെയിൻ ഫാബ്രിക് കാണിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ മിനുക്ക് വിദ്യകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗാർമെൻറ്റിന് ഫൈനൽ ഔട്ട്പുട്ട് വളരെയധികം ഭംഗി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 4 പാനലും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ടോപ്പ് സൈഡിലത്തെ പാനലിൽ മാത്രമാണ് ഇങ്ങനൊരു എംബ്രോയിഡറി ഉള്ളത്. ബാക്കി ഒറ്റ സൈഡിലും ഇല്ല. പിന്നെ ബോട്ടം വശത്താണുള്ളത്. ഞാൻ ക്രോസ് പീസിൻ്റെ സൈഡിൽ കൂടെ അടിച്ചതിന് ശേഷം അതിനെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡോറൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചെങ്കിൽ നമ്മൾ അത് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. സിമ്പിളാണ് നമുക്കിങ്ങനെ ഒരു നൂല് ഇങ്ങനെ വലിച്ചെടുക്കാൻ. ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സിനൊക്കെ ഇങ്ങനെ ഡോറ് വലിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് പുറത്ത് കാണാനായിട്ടും കൂടുതൽ ഭംഗി സ്റ്റിച്ച് പുറത്ത് കാണാതിരിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു 4 ഡോറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ എഡ്ജിൽ കുറച്ചുകൂടി ഒരു ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടാസിൽ കൊടുക്കുന്നുണ്ട്. ടാസിൽ ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാസിൽ ചെയ്യുന്ന സാരീസിലൊക്കെ ടാസിൽ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലൊന്ന് കയറി കാണുകയാണെങ്കിൽ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാസിൽ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. ഒരു ഗാർമെൻറ്റിന് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ടാസിലൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടാസിലിന് അങ്ങനെ പോയാൽ 20, നോർമൽ സാധാരണ ടാസിൽ തന്നെ 20-30 രൂപ വരുന്നുണ്ട്. കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കുറേ ഐഡിയാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടാസിൽ ചെയ്യുന്ന വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ 4 എണ്ണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നൂലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നൂലെടുക്കുമ്പോൾ തുമ്പുവശം ഒന്ന് കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബുഷ്, അതായത് കുറച്ചൊരു പ്രൊജക്ഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ട് നിൽക്കും. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ഒന്നെങ്കിൽ അവിടെ കെട്ടിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് മുറുക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വലിക്കുമ്പോഴും അതേപോലെ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഈ ടാസിൽ ലൂസ് ആവാൻ ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന, അതായത് എംബ്രോയിഡറി ചെയ്യുമ്പോൾ അടിവശത്ത് ഇട്ടിരിക്കുന്ന നൂലാണ് ഞാനിപ്പോൾ എടുത്തിട്ട് ടാസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടം. ഇങ്ങനെ കോമ്പ് ചെയ്ത് ചീർപ്പ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉപയോഗിച്ച് കോമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എംബ്രോയിഡറി ത്രെഡോ അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഈ ഒരു ഫാബ്രിക്കിൻ്റെ സെയിം സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന യെല്ലോ കളർ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ കെട്ടിക്കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു മോഡലിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എംബ്രോയിഡറി ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യെല്ലോ കളർ എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് അത് നമുക്ക് കുറച്ചുകൂടി കട്ടിയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മെയിൻ നമ്മൾ സ്റ്റിച്ചിങ് ത്രെഡ് ഉപയോഗിച്ച് കുറച്ച് കൂടുതൽ 4 ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു കെട്ടിയതിന് ശേഷം കുറച്ച് ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കെട്ട് ഒരിക്കലും അഴിഞ്ഞു പോകത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂല് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാസിൽ ലൂസാവും. അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് കുറച്ച് ഫാബ്രിക് ഗ്ലൂ ഒന്ന് അതിൻ്റെ ഒരു എഡ്ജ് വശത്ത് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ 4 ടാസിലും, അതായത് 4 നമ്മളിപ്പോൾ യോക്ക് ഫ്രോക്കാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ വീഡിയോസ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്നു, അതിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കെട്ടുന്ന വശമാണ്. അപ്പോൾ 4 സൈഡിലും എഡ്ജിൽ നമ്മളിങ്ങനെ ചെറിയ ടാസിൽസ് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല 4 ടാസിലും ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അരികു വശം ഒരേ വലുപ്പത്തിലല്ലാതെ കട്ട് ചെയ്യാണ് വേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടാസിലൊക്കെ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിച്ച് ത്രെഡ് ഉപയോഗിച്ചിട്ടായാലും നമുക്കിങ്ങനെ ഒരു ടാസിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഫ്രണ്ട് വശത്തും ബാക്ക് വശത്തും ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാസിൽസ് ഉപയോഗിക്കുന്നത്. യോക്ക് ഫ്രോക്കാണെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. യോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഈ ഒരു ടാസിൽ നമ്മൾ അതായത് കെട്ടാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡോറി നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യോക്ക് അടുത്ത പാനലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ആ ഒരു യോക്കിൽ ഡോറി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത പാനലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ യോക്ക് പാനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്, അതുപോലെ തന്നെ ബാക്കും ചെയ്യണം. നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നെക്ക് സൈഡ്, കർവ് സൈഡ് അങ്ങനെയുള്ള എല്ലാ വശത്തും നമ്മളിങ്ങനെ സ്ലാഷ് ഇട്ട് കൊടുക്കണം. സ്ലാഷ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ മറയ്ക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ആം ഹോളിൻ്റെ സൈഡിലും നെക്കിൻ്റെ സൈഡിലൊക്കെ ഫുൾ കർവുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും സ്ലാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉൾട്ടാതിരിക്കുക. നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ഭംഗിയിൽ അയൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിമെയ്ഡിൻ്റെ അത്രയ്ക്ക് പെർഫെക്ഷനിൽ നമുക്ക് ഈ ഒരു ഗാർമെൻറ്റ് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ നമ്മൾ എംബ്രോയിഡറി ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളി സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഇപ്പോൾ ചില കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ തടി വയ്ക്കുന്ന അങ്ങനത്തെ നമ്മൾ ഇത്തിരി ലൂസ് ഇടുന്നുണ്ട്. നമ്മുടെ ബേബീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഡ്രസ്സിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അഴവൊക്കെ 1 ഇഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ചെറിയ ചെറിയ ബേബി ഗ്യാദറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു സിംഗിൾ സ്റ്റിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോങ് സ്റ്റിച്ച് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മെഷീനിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് മാത്രം ഇട്ടാലും മതി. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഫുൾ അടിച്ചു പോവാണ് ചെയ്യുന്നത്. രണ്ട് ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്യാദറിങ് ഇട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നൂല് വലിച്ച് നല്ല സിമ്പിളായിട്ടുള്ള എന്താ പറയുക ഗ്യാദറിങ് ഇടാം. ഇപ്പോൾ ഞാൻ നൂല് വലിക്കുന്നതാണ് കാണിച്ചിരുന്നത്. നമ്മൾ ഒന്നെങ്കിൽ അടിയിലത്തെ നൂലോ അല്ലെങ്കിൽ മേലത്തെ നൂലോ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്ത് ഒരൊറ്റ നൂല് മാത്രം ആ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ തുണി പിന്നി വരുന്നത് കാണാം. തുണിയല്ല പിന്നെയാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിന് ആ ഒരു നൂല് വലിക്കുമ്പോൾ തുണി ചുളുക്ക് വീഴുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇഞ്ചാണോ നമ്മുടെ വേസ്റ്റ് വേണ്ടേ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് കണ്ടതിന് ശേഷം വലിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൂല് വലിച്ചു പോയിട്ടിട്ട് അവസാനം നൂല് മൊത്തം ഊരി പോകുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വീണ്ടും വലിച്ചു തുടങ്ങേണ്ടി വരും. ആ ഒരു കാര്യം കൂടിയും ശ്രദ്ധിക്കുക എല്ലാവരും. കണ്ടില്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേബി ഗ്യാദറിങ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷനിലേക്ക് നമ്മളിപ്പോൾ 2 പാനലുണ്ടെന്ന് പറഞ്ഞത് ഫ്രണ്ടിൽ തന്നെ 2 പാനലുണ്ട്, യോക്കാണ്. അപ്പോൾ ആ യോക്കിൽ ഫ്രണ്ട് പോർഷനിൽ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു ഗ്യാദറിങ് ബേബി ഗ്യാദറിങ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗ്യാദറിങ് ഇപ്പോൾ ബേബി ഗ്യാദറിങ് ആണ് ചെയ്തത്. ആ ഒരു ഗ്യാദറിങ്ങിൻ്റെ മേലെ കൂടെ തന്നെ സ്റ്റിച്ച് പോകാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തുണി ഇങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ ഒരു ഫ്ലീറ്റ് വന്ന മാതിരി തോന്നും. ബേബി ഗ്യാദറിങ് പോയിട്ട് ഫ്ലീറ്റും നിൽക്കണ മാതിരി തോന്നും. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മൾ യോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളെന്ത് ചെയ്യുന്നു, ആ ഒരു അടിയിലേക്ക് വരുന്ന പോർഷൻ മൊത്തം ഫാബ്രിക് എന്ത് ചെയ്തു റോൾ ചെയ്ത് ആ ഒരു ടോപ്പ് സൈഡിലുള്ള ആ ഒരു ചെറിയ പോർഷൻ 4 ഇഞ്ച് ലെങ്ത്തിലുള്ള ആ ഒരു പോർഷനിലേക്ക് നമ്മളിങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 2 പാനലും കൂടിയിട്ട് ഒരുമിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ റോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. നമ്മൾ വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പതിയെ വലിക്കണം. ഇതിപ്പോൾ കുഞ്ഞേ മോഡലിൽ ചെയ്യുന്ന കാരണമാണ്. വലിയ മോഡലൊക്കെ ആണെങ്കിൽ ഇത്രയ്ക്കും ഡിഫിക്കൽട്ട് ഇല്ല, നമുക്ക് സിമ്പിളായിട്ട് വേഗം എടുക്കാവുന്നതേ ഉള്ളൂ. ഓൾറെഡി യോക്ക് പോർഷനിലും അതിനനുസരിച്ചിട്ടുള്ള വലിപ്പം ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മളപ്പോൾ അതിനനുസരിച്ച് അടിയിൽ വശത്തും ഫാബ്രിക് കൂടുതലുണ്ടാവും.
ഡിഫിക്കൽട്ട് ഉണ്ട്. എന്നാലും നമ്മൾ ഒരു ചെറിയ പാറ്റേണിൽ ഫസ്റ്റ് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചെറിയ പാറ്റേണിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം വലുതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക് ഇപ്പോൾ ഇൻ കേസ് ചെയ്തിട്ട് ഡാമേജ് ആവുകയാണെങ്കിൽ കുറച്ച് ഫാബ്രിക്കാണ് പോവുള്ളൂ. ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ 2 സൈഡും ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർമെൻറ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. വളരെയധികം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോക്ക് ഫ്രോക്കാണ് നമ്മളിന്ന് കാണിച്ചത്. ഇനി നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള സീമുകളുണ്ട്. ആ സീം ഉപയോഗിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇട്ടാലും കുഴപ്പമില്ല, കോട്ടൺ ഫാബ്രിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഞാനിവിടെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗാർമെൻറ്റ് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെഡിമെയ്ഡിന് വില്ലുന്ന അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് വളരെയധികം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് എന്താണ് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പല ആൾക്കാരും ബ്ലൗസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടു. ഞാൻ ബ്ലൗസ് അടുത്ത് എന്തായാലും നമ്മൾ ബ്ലൗസിനെ ആയിരിക്കും ചെയ്യുക. സീ വിത്ത് അനദർ വീഡിയോ. ബൈ.